അൽഹംദുലില്ലാഹ് ശൈഖുനാ സുൽത്താനുൽ ഉലമ അല്ലാഹുവേ അവിടത്തേക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ആ തണൽ ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാഹ്. ഇന്നലെയും ഇന്നുമായി അതേ പത്രമാധ്യമങ്ങളിലും മുഴുവൻ മീഡിയകളിലും ശൈഖുനാ ഉസ്താദ് അവറുകൾ മാത്രമാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പിലും അതുപോലെ എല്ലാ വാർത്താ ചാനലുകളിലും ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ ചർച്ച ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്, എന്തൊരു അഭിമാനമാണ്, എന്തൊരു ആനന്ദമാണ്. ഉസ്താദിനെ പുകഴ്ത്തി പറയാത്തവരില്ല. എല്ലാവരും ഉസ്താദിനെ എടുത്തെടുത്ത് പ്രശംസിക്കുകയാണ്. നാളെയാണ് അതേ ഒരു സഹോദരിയുടെ വിധി വരേണ്ടിയിരുന്നത്. എന്താണ് ആ വിധി? ആ സഹോദരിയെ അതേ നിമിഷപ്രിയ എന്ന് പറയുന്ന അമുസ്ലിമായ ഒരു സഹോദരിയെ യമനിൽ തൂക്കിലേറ്റുന്ന ദിവസമാണ് നാളെ. അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്. എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. വർഷങ്ങളായി 2017 മുതൽ ആ സഹോദരി ജയിലിലാണ്. വിധേ തൂക്കുകയറിലേക്ക് വിധിയേറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത വിഷയമാണ്. എല്ലാ വഴികളും തുറന്നു നോക്കി, എല്ലാ വഴികളും ചികഞ്ഞു നോക്കി. ആ സഹോദരിയെ ഒന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടന്നു. കേന്ദ്ര ഗവൺമെന്റ് പോലും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ഒരു പണ്ഡിതൻ ഇടപെടുന്നത്. ഉസ്താദിന്റെ മുന്നിൽ വിഷയമെത്തുന്നു. അതേ ഉസ്താദേ, 16-ാം തീയതി ഇന്നാലിന്ന ഒരു സഹോദരിയെ യമനിൽ തൂക്കിലേറ്റുകയാണ്, കൊല്ലപ്പെടുകയാണ്. അതുകൊണ്ട് ഉസ്താദ് വിഷയത്തിൽ ഒന്ന് ഇടപെടണം. അൽഹംദുലില്ലാഹ്, ഉസ്താദിന്റെ ആ ഭാഗം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഒരു മുസ്ലിം പണ്ഡിതൻ എല്ലാ രാജ്യത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അഭിമാനമാകുന്ന കർണാനന്ദകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്, നമുക്കത് ഈ സദസ്സിൽ പറയാതിരിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ ദീൻ അതിനെല്ലാം അനുമതി നൽകുന്നുണ്ട്. ഒരാളെ കൊന്നാൽ ആ കൊല്ലപ്പെട്ട ആൾക്ക്, ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബങ്ങൾക്ക് അയാളെ തിരിച്ചു കൊല്ലാനുള്ള ഒരു അധികാരവും ഇല്ല. അത് അല്ലാഹുവിന്റെ ദീനും കൽപ്പിക്കുന്നില്ല.